എല്ലാവരും രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഹാളിൽ ഇരിക്കുമായിരുന്നു. അമ്മുവും നന്ദുവും അനുവും ഇരുന്ന് ലുഡോ കളിക്കുമായിരുന്നു. മുതിർന്നവരിരുന്ന് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നു. നന്ദുട്ടി പ്ലീസ് എന്നെ വെട്ടരുത്, ലുഡോ കളിക്കുന്നതിനിടയിൽ അമ്മു നന്ദുവിനോടായി പറഞ്ഞു. വെട്ട് നന്ദുവച്ചി, നന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അനു പറഞ്ഞു. നന്ദു വേണ്ടടാ, എന്നെ വെട്ടല്ലേ, നിന്റെ ചങ്കല്ലേ ഞാൻ, ഇവിടെ വാക്കൊന്നും നീ കേൾക്കരുത്, അമ്മു നന്ദുവിനോട് താഴ്മയായി പറഞ്ഞു. കളിയിൽ ചങ്കും ചങ്കിടുപ്പൊന്നും ഇല്ലെൻ്റെ അമ്മൂസേ. അത് പറഞ്ഞ് നന്ദു അമ്മുവിനെ വെട്ടിയത് കണ്ട് അനു അമ്മുവിനെ കളിയാക്കി ചിരിച്ചു. നീ പോടി കുട്ടിപ്പിശാശേ, നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും, നോക്കിക്കോ, അമ്മു ഇല്ലാത്ത കണ്ണീരിനെ തുടച്ചുകൊണ്ട് പറഞ്ഞു. ആ പിന്നെ ചേച്ചിയെ വെട്ടിയതിൻ്റെ പേര് ദൈവം ഞങ്ങളോട് ചോദിക്കാൻ വരുമല്ലേ, അനു അമ്മുവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് നന്ദു ചിരിച്ചു. ഇവരുടെ കളികൾ വീക്ഷിച്ചുകൊണ്ട് ഒരു ജോഡി കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി കിടക്കാനായി റൂമിലേക്ക് പോയി. ആദ്യ റൂമിലെത്തിയപ്പോൾ വിച്ചു എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുമായിരുന്നു. ഡാ വിച്ചു, ആദ്യ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് വിച്ചുവിനെ വിളിച്ചു. എന്നാൽ വിച്ചു ഇതൊന്നും കേട്ടില്ല. ഡോ നോറി, ആദ്യ കുറച്ച് ശബ്ദം കൂട്ടി വിച്ചുവിനെ വിളിച്ചു. വിച്ചു ഞെട്ടി എഴുന്നേറ്റു. എന്താടാ, നിനക്കൊന്ന് പതുക്കെ വിളിച്ചാ പോരെ? ഓഹോ, അപ്പോൾ മഹാനൊന്നും അറിഞ്ഞില്ലല്ലേ? എന്ത്? നീ എന്താലോചിച്ചിരിക്കുക? ഞാൻ വിളിച്ചതൊന്നും നീ കേൾക്കാത്തോണ്ടാ ഇങ്ങനെ വിളിക്കേണ്ടി വന്നത്. ഓ, നീ വിളിച്ചായിരുന്നോ? ഞാനെന്തോ ആലോചിച്ച് കിടന്നതാ. അതാ ഞാൻ ചോദിച്ചേ, എന്താ ആലോചിച്ചേന്ന്. ഏയ് ഞാൻ ചുമ്മാ. കാര്യം പറയടാ, എന്താണെന്ന്. ഏയ് അതൊന്നും ഇല്ലടാ, എത്ര നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ. ഞാൻ ഭയങ്കര ഹാപ്പിയാടാ ഇപ്പോൾ. അച്ഛനും അമ്മയും എൻ്റെ അനിയത്തിക്കുട്ടിയും ഒക്കെ പോയപ്പോൾ പിന്നെ ഇപ്പോഴാ മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിക്കുന്നത്. ഡാ വിച്ചു, ഞാൻ സോറി. ആദിക്ക് ഇതെല്ലാം കേട്ട് വല്ലാതെയായി. പറയുമ്പോൾ വാക്കുകൾ ഇടറിയിരുന്നു. എന്തിനാടാ നീ എന്നോട് സോറി പറയുന്നത്? നീ കാരണമല്ലേ എനിക്കിതൊക്കെ കിട്ടിയത്. അതിന് ഞാൻ നിന്നോട് നന്ദിയല്ലേ പറയണ്ടേ? പോടാ, നീ ഇനി പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. ഇന്നെന്നല്ല എപ്പോഴും ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും, ആദി പറഞ്ഞു. അറിയാടാ, നീ അതൊക്കെ വിട്ടേ, നമുക്ക് ഉറങ്ങാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആദിയും വിച്ചും വീടിനു പുറകെയുള്ള കുളത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവിടെ നമ്മുടെ മൂവർ സംഘം കുളപ്പടവിലിരിക്കുമായിരുന്നു. അമ്മു പടവിലിരുന്ന് രണ്ട് കൈയും താടിക്ക് കൈകൊടുത്തി കുളത്തിലേക്ക് നോക്കിയപ്പോഴാണ് അനുവും നന്ദുവും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു. ആദിയും വിച്ചുവും അങ്ങോട്ടേക്ക് പോയി. എന്താണിവിടെ പരിപാടി? വിച്ചു ഒരു പുഞ്ചിരിയോടെ അവരോട് ചോദിച്ചു. ശബ്ദം കേട്ടപ്പോൾ 3 പേരും തിരിഞ്ഞു നോക്കി എഴുന്നേറ്റു. വിച്ചുവേട്ടാ, എനിക്കൊരു ആമ്പിൾ പറിച്ചു തരുവോ? ഞാൻ കുറേ നേരമായി നോക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല, അമ്മു വിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, എൻ്റെ അമ്മൂസിന് എത്ര എണ്ണം വേണം? ഒരെണ്ണം മതി വിച്ചുവേട്ടാ. ശരി, ഇപ്പോൾ പറിച്ചു തരാട്ടോ. അതും പറഞ്ഞ് വിച്ചു കുളത്തിലേക്ക് ഇറങ്ങാൻ പടികൾ ഇറങ്ങി. വിച്ചേട്ടാ, എനിക്കും. കുളത്തിലേക്ക് ഇറങ്ങാൻ നേരം നന്ദു വിളിച്ചു പറഞ്ഞു. വിച്ചു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അവളുടെ വിച്ചേട്ട എന്ന വിളിയിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു വിച്ചു. എന്നാ എനിക്കും വേണം, നന്ദു പറഞ്ഞതിൻ്റെ പിന്നാലെ അനുവും ചാടിക്കേറി പറഞ്ഞു. അത് കേട്ട് വിച്ചു ഒരു പുഞ്ചിരിയോടെ വെള്ളത്തിലേക്ക് ഇറങ്ങി. വിച്ചു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ പിള്ളേരുടെ വാക്ക് കേട്ട് ഇറങ്ങാൻ? അത് സാരമില്ലടാ, ആദ്യമായിട്ട് ഇവരൊക്കെ ഒരാഗ്രഹം പറഞ്ഞതല്ലേ, അതൊന്ന് സാധിച്ചു കൊടുത്തേക്കാം. ആദി പറഞ്ഞതിന് വിച്ചു മറുപടി കൊടുത്തുകൊണ്ട് ആമ്പൽ പറിക്കാൻ തുടങ്ങി. ആദി ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പടവിലിരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി. വിച്ചു പൂവെല്ലാം അമ്മുവിൻ്റെ കയ്യിൽ കൊടുത്ത് ആദിയുടെ അടുത്ത് പോയിരുന്നു. പിന്നെ 3 പേരും പൂവിന് വേണ്ടി അടിയായി. കുറച്ചുനേരം അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് ആദിക്കൊരു കോള് വരുന്നത്. ആദി കോളെടുത്ത് സംസാരിച്ചു. വിച്ചു വാടാ, അഭി വന്നിട്ടുണ്ട്. അത് കേട്ടതും വിച്ചു എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവരുടെ കൂടെ തന്നെ അമ്മുവും അനുവും നന്ദുവും പോയി. വീട്ടിലേക്ക് കയറി വന്ന ആദി കാണുന്നത് വീട്ടുകാരോട് സംസാരിക്കുന്ന അബിയെയാണ്. അബി, ആദി വിളിച്ചതും അബി എഴുന്നേറ്റ് പോയി ആദിയെ പുണർന്നു. തിരിച്ച് ആദിയും. നീ എവിടെയായിരുന്നു? ഏയ് ഇല്ലടാ, ഞങ്ങളിവിടെ നടക്കാനിറങ്ങിയതാ. ഓ അതാരാ? അബി വിച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇവനാണ് എൻ്റെ വിച്ചു. ആഹാ, ഇതായിരുന്നു ആള്. വിച്ചുവിനെ പറ്റി ഇവൻ എന്നോട് കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും പറഞ്ഞ് അബി വിച്ചുവിനെ പുണർന്നു. വിച്ചു ഒരു പുഞ്ചിരിയോടെ തിരിച്ചു. എല്ലാവരും ഒരു പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു. ഇനി മോന് പോയി റെസ്റ്റ് എടുത്തോ, പരിചയപ്പെടലൊക്കെ പിന്നെയാവാം, മാധവൻ അവരോടായി പറഞ്ഞു. നന്ദുമോളെ, അബിക്കുള്ള റൂം കാണിച്ചു കൊടുത്തേ, ദേവകി നന്ദുവിനെ നോക്കി പറഞ്ഞു. എന്തിനാ ആൻറ്റി, എനിക്ക് വേറൊരു റൂം, ആദിയുടെ റൂം തന്നെ മതി, ഞങ്ങൾ 3 പേരും അവിടെ കിടന്നോളാം, അല്ലേടാ? ഇനി നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ആദിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അബി പറഞ്ഞു. നീ പോട ചെക്ക, നമുക്ക് 3 പേർക്കും ഒരു റൂം മതി, നീ വാ. ഒരു ചിരിയോടെ ആദി അബിയെ റൂമിലേക്ക് കൊണ്ടുപോയി. നീ പോയി ഫ്രഷായി റെസ്റ്റ് എടുക്ക്. ഓക്കേടാ. അത് പറഞ്ഞ് അബി ഫ്രഷ് ആവാനായി പോയി. ആദി പുറത്തേക്കും. രാത്രി എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്ന സമയത്താണ് അനു അബിയെ തന്നെ നോക്കിയിരിക്കുന്നത് അബി ശ്രദ്ധിച്ചത്.
എന്നാൽ അത് മൈൻഡ് ചെയ്യാതെ അബി ഫുഡ് കഴിക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന 2 ജോഡി കണ്ണുകളെ അവർ ശ്രദ്ധിച്ചില്ല. എന്താടാ അബി, നിത്യ വരുമെന്ന് പറഞ്ഞിട്ട് അവൾ വരാത്തെ? ആദി ചോദിച്ചു. അവളുടെ ചെറിയച്ഛൻ ഹോസ്പിറ്റലാണ്, അതാ വരാത്തെ. ചെറിയച്ഛൻ ഹോസ്പിറ്റലാവുമ്പോൾ ഞാൻ എങ്ങനെയാ വരുന്നേന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അടുത്ത പ്രാവശ്യം കൊണ്ടുപോവാമെന്ന്. ഓഹോ, അതാണോ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നേ? ആടാ, അവൾ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഞാനാ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞോളാ എന്ന്. എന്നിട്ട് ചെറിയച്ഛൻ എങ്ങനെയുണ്ടടാ? സീനൊന്നുമില്ലടാ, കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് ആളിൽ വന്നിരുന്നു. ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അബി? ദേവരാജൻ അബിയോടായി ചോദിച്ചു. കുഴപ്പമില്ലെങ്കിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ചെറിയ കുഴപ്പമുണ്ടായിരുന്നു, ഇപ്പോൾ അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു വരുന്നു. ആ, നിന്നെ കൊണ്ട് അതൊക്കെ പറ്റൂ അബി, ആദ്യ ചിരിയോടെ പറഞ്ഞു. നിന്നെപ്പോലെ അത്രയ്ക്ക് എളുപ്പത്തിൽ ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല സാറേ. അതിന് എല്ലാവരും ഒന്ന് ചിരിച്ചു. നന്ദുവും അമ്മുവും ഇവൻ്റെ സ്റ്റുഡൻസ് ആണല്ലേ, എങ്ങനെ സഹിക്കുന്നു? ആദിയെ ഒളി കണ്ടിട്ട് അബി അമ്മുവിനോടും നന്ദുവിനോടും ചോദിച്ചു. ആദി അബിയെ കൂർപ്പിച്ചു നോക്കി. ഹോ, അതിൻ്റെ കാര്യമൊന്നും പറയേണ്ടെൻ്റെ അബിയേട്ടാ. അബിയേട്ടൻ എങ്ങനെ സഹിച്ചു ഇത്രയും കാലം? അബി ചോദിച്ചതിന് അമ്മ ഒരു ഫ്ലോയിൽ അങ്ങ് മറുപടി കൊടുത്തു. പറഞ്ഞു കഴിഞ്ഞാണ് താൻ എന്താ പറഞ്ഞേ എന്നുള്ള ബോധം അമ്മുവിന് വന്നത്. പെട്ടെന്ന് തന്നെ ആദിയുടെ മുഖത്തേക്ക് നോക്കി. ആദി കൂർപ്പിച്ചൊരു നോട്ടം നോക്കുന്നുണ്ട്. അമ്മ പറയുന്നത് കേട്ട് നന്ദുവും അനുവും വായും പൊളിച്ച് നോക്കുന്നുണ്ട്. അബിയും വിച്ചുവും ചിരി കടിച്ചമർത്തി. മറ്റുള്ളവരാണെങ്കിൽ ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. അമ്മുവിൻ്റെ എക്സ്പ്രഷൻ കണ്ട് ആദിക്ക് ചിരി വന്നെങ്കിലും ആദി അത് പുറത്തു കാണിക്കാതെ ഗൗരവത്തിൽ തന്നെ അമ്മുവിനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാ ഞാൻ അങ്ങോട്ട്. ആദിയുടെ നോട്ടം കണ്ട് അമ്മു എല്ലാവരെയും നോക്കി ഇളിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടിപ്പോയി. അമ്മുവിൻ്റെ ഓട്ടം കണ്ട് എല്ലാവരും ചിരിച്ചു. പിറ്റേന്ന് രാവിലെ അനു എഴുന്നേറ്റ് ജനലിൻ്റെ അരികിൽ പോയി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് അബി കുളപ്പടവിലേക്ക് പോകുന്നത് കണ്ടത്. അത് കണ്ട് അനു വേഗം മുഖമൊക്കെ കഴുകി പുറത്തേക്ക് ഓടി. അനു കുളപ്പടവിലെത്തിയപ്പോൾ കാണുന്നത് അബി തണുപ്പ് കാരണം കൈ രണ്ടും കൂട്ടി തിരുമുന്നതാണ്. ഇത് കണ്ട് അനു കുളപ്പടവിലിരുന്നു. ഹോ, ഈ കുളത്തിലെ വെള്ളത്തിന് എന്തൊരു തണുപ്പാ! ഒരു കാല് വെള്ളത്തിലിട്ടുകൊണ്ട് അബി പറഞ്ഞു. കുളത്തിലെ വെള്ളത്തിന് പിന്നെ ചൂടുണ്ടാവുമോ? അബി പറഞ്ഞതിന് അനു മറുപടി കൊടുത്തു. അനു പറഞ്ഞത് കേട്ട് അബി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. നീ എന്താ ഇവിടെ? എനിക്കെന്താ ഇവിടെ വരാൻ പറ്റില്ലേ? എനിക്കൊന്ന് കുളിക്കണം, നീ പോവാൻ നോക്ക്. ഞാൻ പൊക്കോളാം, അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയണം. എന്താ? അബിയേട്ടനെന്താ ഇവിടെ വന്നിട്ട് എന്നോടൊന്നും മിണ്ടാതിരുന്നേ? എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ. അല്പം വിഷമത്തോടെ അനു പറഞ്ഞു. നോക്കാത്തതും മിണ്ടാത്തതുമാണോ നിന്റെ പ്രശ്നം? അതാണെങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ നോക്കുന്നുണ്ട്, മിണ്ടുന്നുണ്ട്, പോരെ? എന്നെ കളിയാക്കുകയാണ് അബിയേട്ടാ. എന്താ അനു നിന്റെ പ്രശ്നം? അബി ചോദിച്ചതിന് അനു കുറച്ചുനേരം മൗനമായി നിന്നു. അബിയേട്ടാ, എന്നോടെന്തിനാ ഇങ്ങനെയൊക്കെ? നിർത്തനു, നീ പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അതിനുള്ള മറുപടി ഞാൻ ആദ്യമേ തന്നു കഴിഞ്ഞു. പിന്നെയും പിന്നെയും അത് തന്നെ പറയിപ്പിക്കല്ലേ. അതുകൊണ്ട് പോവാൻ നോക്ക്. അനു പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അബി മറുപടി കൊടുത്തു. ഞാൻ എന്ത് ചെയ്തിട്ടാ അബിയേട്ടാ? എനിക്ക് പറ്റുന്നില്ല മറക്കാൻ. നിറകണ്ണുകളോടെ അനു അബിയെ നോക്കി പറഞ്ഞു. അനു പ്ലീസ്, എനിക്കിത് താല്പര്യമില്ല. നീ എന്താ എന്നെ മനസ്സിലാക്കാത്തേ? ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരാളോട് ഇഷ്ടമുണ്ട്, അവളെ മറക്കാൻ എനിക്ക് പറ്റില്ല. അതൊക്കെ ഏട്ടൻ വെറുതെ പറയുന്നതാ, എനിക്കറിയാം. നിനക്ക് എന്തറിയാം എന്നാടി നീ പറയുന്നേ? ഞാൻ സ്നേഹിച്ച പെണ്ണിനെ വേണ്ട എന്ന് വെച്ച് നിന്നെ സ്നേഹിക്കാനാണോ പറയുന്നേ? പറയടി. അബി അനുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അബിയേട്ടാ, ഞാൻ... അബി അത്രയും ദേഷ്യപ്പെടുന്നത് ആദ്യമായാണ് അനു കാണുന്നത്. അതിൻ്റെ പേടിയിലും അബി പറഞ്ഞ വാക്കിൻ്റെ സങ്കടത്തിലും അനുവിന് വാക്കുകൾ കിട്ടാതെയായി. വേണ്ട, ഇനി നീ ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ വരരുത്, എനിക്കത് ഇഷ്ടമല്ല. കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് അബി പറഞ്ഞു. അപ്പോഴെല്ലാം അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ സ്നേഹിക്കുന്നത് നിത്യയാണ്, അവളെ മറക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് പ്ലീസ് എന്നെ ഇനി ശല്യം ചെയ്യരുത്. അത്രയും കേട്ടതും അനു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. എന്തുകൊണ്ടോ അത് കണ്ട അബിയുടെ മനസ്സിലും നോവ് പടർന്നു. നിങ്ങൾ ഡ്രസ്സൊന്നും എടുക്കാൻ പോകുന്നില്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ ദേവരാജൻ ചോദിച്ചു. പിന്നെ പോവാതെ? നന്ദുവാണ് മറുപടി പറഞ്ഞത്. എന്നാ പിന്നെ ഇന്ന് തന്നെ പൊയ്ക്കൂടെ? എന്താ കണ്ണാ? ആ അച്ഛാ, പോവാം. അങ്ങനെ എല്ലാവരും ഇന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാൻ തീരുമാനിച്ചു. എന്ത് ഡ്രസ്സാണ് നമ്മൾ എടുക്കുന്നേ നന്ദു? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നേ. ഓണമല്ലേ, നമുക്ക് സെറ്റ് സാരി എടുക്കാം. സെറ്റ് സാരി അമ്മമാർ ഉടുത്തോട്ടെ, നമുക്ക് ധാവണി നോക്കാം. ആ, എന്നാ അങ്ങനെ ചെയ്യാം. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ മറ്റെന്തോ ചിന്തയിലാണ് അനു. ഇത് കണ്ട് അമ്മു അനുവിനെ വിളിച്ചു. എവിടെ കേൾക്കാൻ, ആൾ ഇവിടെയൊന്നുമല്ല. ഇവൾക്ക് എന്താ പറ്റിയേ? രാവിലെ തുടങ്ങിയതാണല്ലോ. അതെ, ഞാനും ശ്രദ്ധിച്ചു, എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നത്. ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചില്ല. അനു? അമ്മു അനുവിൻ്റെ തോളിൽ പിടുത്തിട്ടുകൊണ്ട് ചോദിച്ചു. എന്താ? അനു ഞെട്ടിക്കൊണ്ട് അവരോട് തിരികെ ചോദിച്ചു. നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? എന്ത്? ഞാനോ? ഇല്ലല്ല, അമ്മുവേച്ചിക്ക് തോന്നിയതായിരിക്കും.
അതൊന്നുമല്ല, നിനക്ക് ഒരു ഉഷാറില്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ നീയ്. ഒന്നുമില്ല എൻ്റെ അമ്മുക്കുട്ടി, ആരാ പറഞ്ഞേ എനിക്ക് ഉഷാറില്ലെന്ന്? ഉള്ളിലുള്ള സങ്കടം മറച്ചുവെച്ച് പുറമേ ചിരിച്ചുകൊണ്ട് അനു പറഞ്ഞു. എന്നാ നീ റെഡിയാവ്, നമുക്ക് പോവാം, നന്ദുവാണ് പറഞ്ഞത്. എവിടേക്ക്? അനു ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. കാരണം അവർ പറഞ്ഞതൊന്നും അനു കേട്ടിരുന്നില്ല. ആ, ഇത് തന്നെയാ ചോദിച്ചത്, നിനക്കെന്താ പറ്റിയെന്ന്. നന്ദുവേച്ചി, ഞാൻ... അനു എന്തോ പറയാൻ വന്നപ്പോഴാണ് അവിടേക്ക് പാർവതി വരുന്നത്. ആഹാ, നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? അവർ 3 പേരും താഴെ നിങ്ങളെയും കാത്തു നിൽക്കുക. വേഗം റെഡിയായിക്കേ. പാർവതി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ആ അമ്മേ, ഞങ്ങളിപ്പോൾ വരാം. എവിടേക്കാണ് എന്നറിയില്ലെങ്കിലും അനു മറുപടി പറഞ്ഞു. അതുകൊണ്ട് അമ്മുവും നന്ദുവും പരസ്പരം നോക്കി. ആട്ടെ, നിങ്ങൾ എന്ത് ഡ്രസ്സാണ് എടുക്കുന്നത്? അത് കേട്ടപ്പോൾ തന്നെ അനുവിന് മനസ്സിലായി ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കാനാണെന്ന്. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എത്തിക്കോട്ടെ, എന്നിട്ട് ബാക്കി. അല്ല ചേച്ചിമാരെ? പിന്നല്ലാതെ, രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. നിങ്ങൾ വേഗം റെഡിയായി വാ, സമയം പോകുന്നു. ഒന്നമർത്തി മൂളിക്കൊണ്ട് പാർവതി അതും പറഞ്ഞ് താഴേക്ക് പോയി. പിന്നെ അവരും റെഡിയാവാനായി പോയി. അങ്ങനെ അവർ ഷോപ്പിംഗ് മാളിൽ കയറി. ആദിയും വിച്ചുവും അബിയും അവർക്കുള്ളതും അച്ഛന്മാർക്കുള്ളതും എടുക്കാൻ വേണ്ടി പോയി. അതുപോലെ തന്നെ അമ്മുവും നന്ദുവും അനുവും അവർക്കുള്ളതും അമ്മമാർക്കുള്ളതും എടുക്കാൻ വേണ്ടി ഗേൾസ് സെക്ഷനിലേക്ക് പോയി. അല്പസമയത്തിനു ശേഷം ആണുങ്ങൾ 3 പേരും അവർക്കുള്ളത് എടുത്തിട്ട് ഗേൾസിന്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ 3 പേരും കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. കുറേ വലിച്ചുവാരി ഇട്ടിട്ടുമുണ്ട്. ഇതെന്താടാ ഇവർ ചെയ്യുന്നേ? വിച്ചു അത് കണ്ട് ചോദിച്ചു. ഏത് നേരത്താണോ ഇതിനൊക്കെ കൂട്ടിയിട്ട് വരാൻ തോന്നിയത്? ആദി ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു. ആദി തലക്കടിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് 2 പേരും ചിരിച്ചു. എന്നാ അവരെടുക്കട്ടെ. ഡാ ആദി, നീ ഇവിടെ ഇരിക്ക്, ഞാനും വിച്ചുവും കൂടി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. ഓക്കെ, ഇത് കഴിയുമ്പോൾ നീ വിളിക്ക്. വാടാ വിച്ചു. അതും പറഞ്ഞുകൊണ്ട് അബിയും വിച്ചുവും അവിടെ നിന്നും പോയി. ആദി അവിടെയുള്ളൊരു സോഫയിൽ ഇരുന്നു കൊണ്ട് ഫോൺ നോക്കാൻ തുടങ്ങി. ഫോൺ നോക്കുന്നതിനിടയ്ക്ക് അവരെയും നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആദിക്ക് ഒരു കോൾ വരുന്നത്. പരിചയമില്ലാത്ത നമ്പർ ആയിരുന്നതിനാൽ ആദി കോൾ എടുത്തു. ഹലോ, ആരാ? ഹലോ ആദി സാർ, ഇത് ഞാനാണ്, അഡോണ. അഡോണ? സെക്കൻഡ് ബികോമിൽ പഠിക്കുന്ന അഡോണയാണ് സാർ. ഓ ഓക്കെ, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. താൻ എന്തിനാ വിളിച്ചേ? ഏയ് ഒന്നുമില്ല സാർ, ഞാൻ ചുമ്മാ വിളിച്ചതാ. സുഖമാണോ സാർ? ആടോ സുഖം, തനിക്കോ? സുഖമാണ് സാർ. ഫോണിൽ സംസാരിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കിയപ്പോഴാണ് അവളുടെ അടുത്തൊരു പയ്യൻ നിൽക്കുന്നത് കണ്ടത്. അമ്മുവിന് നേരെയുള്ള അവൻ്റെ നോട്ടം ആദിക്ക് അത്ര പന്തിയായി തോന്നിയില്ല. അഡോണ, ഞാൻ വെക്കുവാ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ബായ്. അതും പറഞ്ഞ് ആദി ഫോൺ വെച്ചു. എന്നിട്ട് അവർ നിൽക്കുന്നിടത്തേക്ക് തന്നെ നോക്കി. ആ പയ്യൻ അമ്മുവിൻ്റെ ദേഹത്ത് മുട്ടി നിൽക്കുന്നു. അപ്പോൾ അമ്മു ആ പയ്യനെ ഒന്ന് നോക്കിക്കൊണ്ട് കുറച്ച് നീങ്ങി നിന്നു. എന്നാൽ അവിടെയും ആ പയ്യൻ വന്ന് അമ്മുവിനെ മുട്ടിൽ നിൽക്കാൻ ശ്രമിക്കുന്നു. പിന്നെയും മൈൻഡ് ചെയ്യാതെ അമ്മു മാറി നിന്നു. അനുവും നന്ദുവും ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല. എന്നാൽ അമ്മു ഇതിന് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് കണ്ട ആദിക്ക് ദേഷ്യം ഇരച്ചു കയറി. ഡാ പന്ന മോനെ, നിനക്ക് എന്തിൻ്റെ സൂക്കേടാടാ? ആദി കാറ്റുപോലെ ആ പയ്യൻ്റെ അടുത്ത് ചെന്ന് മുഖത്ത് ആഞ്ഞടിച്ചു. ഇത് കണ്ട് എല്ലാവരും ആദിയെയും ആ പയ്യനെയും നോക്കി. എന്തിനാണ് എന്നെ തല്ലിയത്? ആ പയ്യന് കാര്യം മനസ്സിലായെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ആദിയോട് ചോദിച്ചു. നിനക്കറിയില്ല അല്ലേ? നീ എന്താ ചെയ്തെന്ന് പറയടാ. അത് പറഞ്ഞ് ഒന്നുകൂടെ കൊടുത്തു അവൻ്റെ കരണത്ത്. അയ്യോ തല്ലല്ലേ സാർ, പറ്റിപ്പോയതാ, സോറി. ആ പയ്യൻ കൈകൾ കൂപ്പിക്കൊണ്ട് ആദിയോടായി പറഞ്ഞു. അവൻ അപ്പോഴും ദേഷ്യം മാറിയില്ലായിരുന്നു. ഇതിന് നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുകയാ വേണ്ടത്. അയ്യോ സാർ വേണ്ട, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇതാണോടോ അബദ്ധം? എന്നെ വിട്ടേക്ക് സാർ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, പ്ലീസ് സാർ, പ്ലീസ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവേണ്ടി വരും. ആദി പറഞ്ഞപ്പോൾ ആ പയ്യൻ തല താഴ്ത്തി നിന്നു. പോവാൻ നോക്കി ഇവിടുന്ന്. സോറി പെങ്ങളെ. ആദ്യം അത് പറഞ്ഞപ്പോഴേക്കും ആ പയ്യൻ അമ്മുവിനോട് സോറി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ആ പയ്യൻ പോയതും ചുറ്റും കൂടി നിന്നവരും അവിടെ നിന്നും പോയി. അപ്പോഴേക്കും അബിയും വിച്ചുവും അവിടെ എത്തിയിരുന്നു. അനുവും നന്ദുവും കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കി. എന്താടാ കണ്ണ ഉണ്ടായത്? വിച്ചു ആദിയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. അത് നീ ഇവളോട് ചോദിക്ക്. ഇതെല്ലാം കേട്ട് തല താഴ്ത്തി നിൽക്കുന്ന അമ്മുവിനെ നോക്കിക്കൊണ്ട് ആദി പറഞ്ഞു. എന്താ അമ്മു കാര്യം? എന്നാൽ അമ്മുവിൻ്റെ ഭാഗത്ത് ഒരു മറുപടിയും ഉണ്ടായില്ല. നിന്റെ നാവപ്പോൾ എവിടെ പോയി കിടക്കുവാടി? എന്നെ കുറ്റം പറയാനും എന്നോട് തർക്കിക്കാനും ഈ നാവ് പൊന്താറുണ്ടല്ലോ. അവൻ ചെയ്തത് നീ എന്താ ഒന്നും മിണ്ടാതെ നിന്നത്? എന്നോട് തർക്കുത്തരം പറയാൻ മാത്രമേ നിന്റെ വായിൽ നിന്ന് മുത്തു പൊഴിയുള്ളൂ. ആദി ദേഷ്യപ്പെട്ടപ്പോഴേക്കും അമ്മുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് ആദി അവിടെ നിന്നും പോയി. അമ്മു അപ്പോഴും കരയുകയായിരുന്നു. സാരല്ല മോളെ, അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ, അത് വിട്ടേക്ക്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മുവിൻ്റെ കണ്ണീർ ഒപ്പിക്കൊണ്ട് അബി പറഞ്ഞു. നിങ്ങൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞോ? ആ കഴിഞ്ഞു വിച്ചു ഏട്ടാ. വിച്ചു ചോദിച്ചതിന് അനു മറുപടി പറഞ്ഞു.
ആ എന്നാ പോവാം. അവനാകെ കലിതുള്ളി നിൽക്കുവാ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അത് ശരിയാ, പോവാം. ഞാൻ ബിൽ പേ ചെയ്തിട്ട് വരാം. നിങ്ങൾ താഴേക്ക് പൊക്കോ. അഭി അതും പറഞ്ഞ് ബില്ല് പേ ചെയ്യാൻ പോയി. വിച്ചു അമ്മുവിനെ ചേർത്ത് പിടിച്ച് അവിടെ നിന്നും നടന്നു നീങ്ങി. അവരുടെ പുറകെ അനുവും നന്ദുവും നടന്നു. താഴെ എത്തിയപ്പോൾ കണ്ടു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആദിയെ. വിച്ചു ബാക്കിലെ ഡോറ് തുറന്ന് അമ്മുവിനെ കയറ്റി. പുറകെ നന്ദുവും അനുവും കയറി. അവനെവിടെ? മുന്നോട്ട് നോക്കിക്കൊണ്ട് തന്നെ ആദി ചോദിച്ചു. ഇപ്പോൾ വരും. ബിൽ പേ ചെയ്യാൻ പോയതാ. വിച്ചു അതിന് മറുപടി കൊടുത്തു. അപ്പോഴേക്കും അഭി വന്ന് വണ്ടിയിൽ കയറിയതും കാർ അവിടെ നിന്നും ചീറിപ്പാഞ്ഞു പോയി.